സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മുൻകരുതലിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി കോട്ടയത്തും ഇടുക്കിയിലും ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം പിൻവാങ്ങി തുലാവർഷം ആരംഭിക്കും. ഷിജോ കുര്യനാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകേണ്ടത്. ഷിജോ, തിരുവനന്തപുരത്ത് ഷിജോ നല്ല കുടയൊക്കെ ചൂടി നിൽപ്പുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഷിജോ വിവരിക്കേണ്ട കാര്യമില്ല, ദൃശ്യങ്ങളിൽ തന്നെയുണ്ട്. നല്ല മഴയുണ്ടോ ഷിജോ? സൈഫ് വന്നു തുലാവർഷം വന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് തുലാവർഷം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ തുലാവർഷം വന്നു എന്നുള്ളതാണ്. കാലവർഷം പോയി തുലാവർഷം എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമേ ഈ ലൈവ് നിൽക്കുമ്പോൾ ചെറിയ ചാറ്റമഴയായിരുന്നു. മഴയുടെ ലൈവ് ആയതുകൊണ്ടാണ് തോന്നുന്നു മഴ അങ്ങേയറ്റം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കാരണം ക്യാമറമാൻ പറയുന്നുണ്ട് കുട പൊക്കി പിടിച്ചാലേ ഞാൻ പറയുന്നത് കാണാൻ പറ്റുകയുള്ളൂ. പക്ഷേ കുട ഇനിയും പൊക്കി പിടിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് നിന്ന് നനയേണ്ടി വരും. എന്തായാലും അങ്ങേയറ്റം ശക്തമായിട്ടുള്ള മഴയാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പെയ്യുന്നത്. ഇന്നിപ്പോൾ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കോട്ടയത്തും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായിട്ടുള്ള മഴ കോട്ടയത്തും ഇടുക്കിയിലും പെയ്യും. എന്തായാലും 10 മണിയോടുകൂടി പുതിയ മഴ മുന്നറിയിപ്പ് വരുമ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ല കൂടി മഴ മുന്നറിയിപ്പിൽ ഓറഞ്ച് അലർട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടിയുണ്ട്. എന്തായാലും കാലവർഷം അവസാനിച്ച് തുലാവർഷത്തിലേക്ക് കടക്കുകയാണ്. തുലാവർഷം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അറബിക്കടലിൽ രൂപപ്പെട്ടുള്ള ന്യൂനമർദ്ദം ചക്രവാത ചുഴി ന്യൂനമർദ്ദമായിട്ട് മാറി മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. അടുത്ത 5 ദിവസം കൂടി അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ്. അത് പ്രകാരമാണ് ഇന്നിപ്പോൾ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയത്തും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. എന്തായാലും 10 മണിയോടുകൂടിയായിരിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ മഴ മുന്നറിയിപ്പുകൾ വരിക. ഒരുപക്ഷെ കൂടുതൽ ജില്ലകൾ കൂടി ഓറഞ്ച് അലേർട്ടിലേക്കും മറ്റു കൂടുതൽ ജില്ലകൾ കൂടി മഴ മുന്നറിയിപ്പിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. 5 ദിവസത്തേക്ക് ഇതേ രീതിയിൽ തന്നെയുള്ള മഴ പെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് രാത്രികാല യാത്രകൾ മലയോര മേഖലകളിൽ നിന്ന് ഒഴിവാക്കണം. തീരദേശത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ തീരദേശത്തുള്ള ആളുകൾ, മധ്യ കേരളത്തിൽ വലിയ തീരദേശമൊന്നുമില്ല, എന്നാൽ പോലും ഈ പറയുന്ന മറ്റിടങ്ങളിൽ തീരദേശത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി സർക്കാർ സംവിധാനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്.